ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ കാലത്ത് മുടികൊഴിച്ചിലും താരനുമാണ് പലരെയും അലട്ടുന്ന പ്രധാന സൗന്ദര്യ പ്രശ്നങ്ങളിലൊന്ന്. പല കാരണങ്ങൾ കൊണ്ട് മുടികൊഴിച്ചിലുണ്ടാകാമെങ്കിലും കാരണമൊന്നും നോക്കാതെ പലരും പ്രഥമപടിയായി ഉപയോഗിക്കുന്നത് ഏതെങ്കിലും ഹെയർ ഓയിലുകളായിരിക്കും. മുടികൊഴിച്ചിൽ, താരൻ, പുതിയ മുടികൾ ഇറുപ്പിക്കുക, മുടി വളർച്ച കൂട്ടുക എന്നിവയ്ക്കൊക്കെ വേണ്ടി ഇന്ന് മാർക്കറ്റിൽ ധാരാളം ഓയിലുകൾ ലഭ്യമാണ്. അങ്ങനെ ഇപ്പോൾ സോഷ്യൽ മീഡിയയിലൊക്കെ ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുന്ന ഒന്നാണ് റോസ്മേരി ഓയിൽ അല്ലെങ്കിൽ റോസ്മേരി വാട്ടർ. ഇതിന് ഒരുപാട് പോസിറ്റീവ് റിവ്യൂസ് ഉണ്ടെന്നാണ് എടുത്തു പറയേണ്ട ഒരു കാര്യം. റേറ്റിംഗ് ആണെങ്കിൽ 4.4 ഒക്കെയാണ്. മാത്രമല്ല യൂട്യൂബിലൊക്കെ ഡോക്ടർമാർ ഉൾപ്പെടെ ഇതിനെക്കുറിച്ച് ഒരുപാട് പോസിറ്റീവ് റിവ്യൂസ് ഒക്കെ ഇട്ടിട്ടുണ്ട്. എന്തായാലും റോസ്മേരി ഓയിൽ അല്ലെങ്കിൽ റോസ്മേരി വാട്ടറിന് വലിയ വിലയൊന്നും ഇല്ലാത്തത് കൊണ്ട് എല്ലാവർക്കും ഒന്ന് പരീക്ഷിച്ച് നോക്കാവുന്നതാണ്. മാത്രമല്ല ഇതിന്റെ ഇല ഓൺലൈനിൽ വാങ്ങിക്കുവാൻ കിട്ടും, അല്ലെങ്കിൽ നഴ്സറികളിൽ നിന്ന് ഇതിന്റെ ചെടി വാങ്ങി നട്ടുപിടിപ്പിച്ച് ഇതിന്റെ ഇല എടുത്ത് റോസ്മേരി ഓയിൽ ഉണ്ടാക്കിയോ അല്ലെങ്കിൽ ഇല വെള്ളത്തിലിട്ട് തിളപ്പിച്ച് ആ വെള്ളം മുടിയിൽ സ്പ്രേ ചെയ്യാനായി ഒക്കെ ഉപയോഗിക്കാം. ഇതിനെക്കുറിച്ച് ധാരാളം പേര് ഓൾറെഡി യൂട്യൂബിൽ വീഡിയോ ഒക്കെ ഇട്ടിട്ടുണ്ട്. പിന്നെ ഞാനൊരു വീഡിയോ ഇടാനുള്ള കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അതായത് റോസ്മേരി ഓയിൽ കൊണ്ട് മുടി വളരുമോ ഇല്ലയോ എന്നുള്ളൊരു റിസർച്ച് സ്റ്റഡി പരിചയപ്പെടുത്താനാണ്. എൻ്റെ പേര് സുഭാഷ്, ഞാനൊരു രജിസ്ട്രേഡ് ഫാർമസിസ്റ്റ് ആണ്. ആദ്യമായി റോസ്മേരി ചെടിയുടെ ഗുണങ്ങൾ എന്തെല്ലാമെന്ന് നമുക്ക് പരിചയപ്പെടാം. റോസ്മേരിയിൽ ശക്തമായ ആന്റി ഓക്സിഡന്റുകൾ അടങ്ങിയിട്ടുണ്ട്. ഇത് മുടിയെ ആരോഗ്യത്തോടെ വളരാൻ പ്രോത്സാഹിപ്പിക്കും. കൂടാതെ മുടിയുടെയും തലയൊട്ടിയുടെയും പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ഇത് സഹായിക്കും. അതുപോലെ രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് കുറയ്ക്കാൻ നല്ലതാണ്. മാനസിക സമ്മർദ്ദം കുറയ്ക്കും. ബുദ്ധിശക്തി, ഓർമ്മശക്തി, ഏകാഗ്രത എന്നിവ കൂട്ടും. അതുപോലെ ദഹന പ്രക്രിയ കൂട്ടാൻ നല്ലതാണ്. അതുപോലെ കറികളിലൊക്കെ മണവും രുചിയും കൂട്ടാനായി റോസ്മേരി ഉപയോഗിക്കാറുണ്ട്. ചുരുക്കി പറഞ്ഞാൽ ഒട്ടനവധി ഗുണങ്ങളുള്ള ഒരു ചെടിയാണ് റോസ്മേരി. പക്ഷെ കൂടുതലും ആളുകൾ ഇത് ഉപയോഗിക്കുന്നത് മുടി, സ്കിന്ന് തുടങ്ങിയവയുടെ ആരോഗ്യ പ്രശ്നങ്ങൾക്ക് വേണ്ടിയാണ്. റോസ്മേരിയുടെ ഗുണങ്ങളെക്കുറിച്ച് ധാരാളം ആളുകൾ ഓൾറെഡി യൂട്യൂബിൽ വീഡിയോ ചെയ്തിട്ടുണ്ടെന്ന് ഞാൻ പറഞ്ഞു. ഇതൊക്കെ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കൂടുതൽ ഗുണങ്ങൾ മനസ്സിലാവും. ഞാൻ ആദ്യമേ പറഞ്ഞ പോലെ റോസ്മേരി ഓയിൽ ഉപയോഗിച്ചാൽ മുടി വളരുമോ എന്നുള്ളൊരു റിസർച്ച് സ്റ്റഡി പരിചയപ്പെടുത്താം. നമുക്കറിയാം, പുരുഷന്മാരിൽ കൂടുതലായി കാണുന്ന ആൻഡ്രോജനിക് അലോപേഷ്യ, അതായത് കഷണ്ടി എന്ന മുടി ഒഴിച്ചിലിന് ഉപയോഗിക്കുന്ന ഒരു അലോപ്പതിക് മരുന്നാണ് മിനോക്സിഡിൽ. മിനോക്സിഡിൽ ഉപയോഗിച്ചാൽ പുതിയ മുടി കിളിർക്കുമെന്ന് ശാസ്ത്രീയമായി തെളിയിക്കപ്പെട്ടതാണ്. മിനോക്സിഡിനെ കുറിച്ച് മുമ്പ് ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അത് ഈ വീഡിയോയുടെ എൻഡ് സ്ക്രീനിൽ ചേർക്കാം. മുടി വളരാനായി മിനോക്സിഡിൽ ഉപയോഗിച്ചിട്ട് കിട്ടുന്ന ഒരു റിസൾട്ട് റോസ്മേരി ഉപയോഗിച്ചിട്ട് കിട്ടിയാൽ എങ്ങനെയിരിക്കും? മിനോക്സിഡിന് ചിലർക്ക് ചെറിയ സൈഡ് എഫക്റ്റുകളൊക്കെ ഉണ്ടാകാറുണ്ട്. പലരും അലോപ്പതി ഡ്രഗ് എന്ന കാരണങ്ങൾ കൊണ്ട് മിനോക്സിഡിൽ ഉപയോഗിക്കാറില്ല. പക്ഷേ റോസ്മേരി ഒരു ചെടിയിൽ നിന്നുള്ള ഒരു ഉൽപ്പന്നമായതുകൊണ്ട് ധൈര്യമായി ഉപയോഗിക്കുകയും ചെയ്യാം. 2015 ഒരു സ്റ്റഡി പ്രകാരം 6 മാസത്തേക്ക് ആൻഡ്രോജനിക് അലോപേഷ്യ ഉള്ള 50 ആളുകൾക്ക് മിനോക്സിഡിൽ 2%, അതുപോലെ ആൻഡ്രോജനിക് അലോപേഷ്യ ഉള്ള 50 ആളുകൾക്ക് റോസ്മേരി ഓയിൽ നൽകി. ഓരോ 3 മാസത്തെ പോയിന്റിലും മുടിയുടെ വളർച്ച വിലയിരുത്തി. 3 മാസത്തെ അവസാന പോയിന്റിൽ ശരാശരി മുടിയുടെ എണ്ണത്തിൽ കാര്യമായ മാറ്റമൊന്നും കണ്ടില്ല. എന്നാൽ 6 മാസത്തെ അവസാന പോയിന്റിൽ മുടിയുടെ എണ്ണത്തിൽ 2 ഗ്രൂപ്പുകളിലും ഗണ്യമായ വർധനവ് അനുഭവപ്പെട്ടു. അതായത് മിനോക്സിഡിൽ ഉപയോഗിച്ച് ലഭിക്കുന്ന മുടി വളർച്ച റോസ്മേരി ഓയിൽ ഉപയോഗിച്ചാലും ലഭിക്കും. അതുപോലെ 2017 ഒരു ഗവേഷണം കാണിക്കുന്നത് റോസ്മേരിക്ക് ബാക്ടീരിയ അണുബാധയെ നിയന്ത്രിക്കാൻ കഴിയും. അതായത് മുടി കൊഴിയുന്നത് തലയൊട്ടിയിലെ ബാക്ടീരിയയുടെ അണുബാധ മൂലമാണെങ്കിൽ റോസ്മേരി ഓയിൽ അണുബാധ നീക്കം ചെയ്യുന്നതിനും മുടി വീണ്ടും വളരാനും സഹായകമാകും. അതുപോലെ റോസ്മേരി എസൻഷ്യൽ ഓയിൽ ഉപയോഗിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. റോസ്മേരിയുടെ കോൺസെൻട്രേറ്റഡ് ഓയിലാണ് ഉപയോഗിക്കുന്നതെങ്കിൽ നേരിട്ട തലയോട്ടിയിൽ പുരട്ടരുത്. മറ്റ് എണ്ണയുടെ കൂടെ ഡൈല്യൂട്ട് ചെയ്ത് ഉപയോഗിക്കാം. അതുപോലെ റോസ്മേരി ഓയിലിന് അലർജി ഉള്ള ആളുകൾ ഇത് ഉപയോഗിക്കരുത്. റോസ്മേരി ഓയിൽ ഒരു പ്രകൃതിദത്ത ഉൽപ്പന്നമാണെങ്കിലും അവ എല്ലാവർക്കും ഒരുപോലെ സുരക്ഷിതമായിരിക്കണമെന്നില്ല. ചിലർക്കൊക്കെ ഡ്രൈനെസ്, ഇച്ചിങ്, സൈഡ് എഫക്റ്റ് തുടങ്ങിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയേക്കാം. ചിലർക്കൊക്കെ മുടി കൊഴിച്ചിൽ കൂടുന്നതായും കണ്ടിട്ടുണ്ട്. അതുപോലെ ചിലർക്ക് വളരെ നല്ല റിസൾട്ട് കിട്ടുന്നതായിട്ടും കണ്ടിട്ടുണ്ട്. ജനറ്റിക്, ഹോർമോണൽ ചേഞ്ച് തുടങ്ങിയ മുടി കൊഴിച്ചിലിന് ധാരാളം കാരണങ്ങൾ ഉണ്ടായേക്കാം. അതുകൊണ്ട് റോസ്മേരി ഓയിൽ അല്ലെങ്കിൽ റോസ്മേരി വാട്ടർ എല്ലാവർക്കും ഒരുപോലെ ഫലപ്രദമാവണമെന്നില്ല. മറ്റ് ആരോഗ്യ പ്രശ്നങ്ങളൊന്നുമില്ല എങ്കിൽ, അമിതമായി മുടി കൊഴിയുന്നുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുന്നതിൽ തെറ്റില്ല. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ മാക്സിമം ആളുകളിലേക്ക് ഷെയർ ചെയ്യുമെന്ന് പ്രതീക്ഷിക്കുന്നു. മറ്റൊരു വീഡിയോയുമായി വീണ്ടും വരാം. ഗുഡ് ബൈ.